കാസർഗോഡുകാർക്ക് വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരിചയപ്പെടുത്തലുകൾക്ക് അതീതമാംവിധം കാസർഗോഡിന്റെ സംഗീത സിംഹാസനത്തിലാണ് വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ സ്ഥാനം. എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ ശ്രീഗൗരി വി ഭട്ട് ഈ കലോത്സവത്തോടുകൂടി, ജില്ലാ സ്കൂൾ കലോത്സവത്തോടുകൂടി സംഗീത സിംഹാസനത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ, ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടിയ ശ്രീഗൗരി വി ഭട്ടിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രീഗൗരി ഭട്ട്, ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഒരു ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ എങ്ങനെയായിരുന്നു? എത്ര വർഷമായി സംഗീതം പഠിക്കുന്നുണ്ട്? ചെറുപ്പം തൊട്ടേ അച്ഛനാണ് എന്നെ പഠിപ്പിക്കുന്നത്, സംഗീതം പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ വർഷവും മത്സരിക്കാറുണ്ടായിരുന്നു. അതിൽ എനിക്ക് കഴിഞ്ഞ വർഷം മാത്രം കിട്ടിയിരുന്നു, ഒരു സ്ഥാനം പോലും കിട്ടിയിരുന്നില്ല. അപ്പം നല്ല വിഷമമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടാത്തതിൽ. പക്ഷെ ഈ വർഷം കിട്ടിയതിൽ നല്ലൊരു വിജയമായിട്ട് ഞാൻ കാണുന്നു. കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ട് ഒരു സ്ഥാനം പോലും നേടാതെ ഒരു തിരിച്ചുവരവാണ്, അല്ലെങ്കിൽ ഒരു അതിജീവനമാണ് ശ്രീഗൗരി ഭട്ട് സാധ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പരാജയത്തിന് ശേഷം കൂടുതൽ അധ്വാനിച്ചിരുന്നു ഈ വിജയത്തിന് വേണ്ടി? തീർച്ചയായും ഞാൻ കൂടുതൽ അധ്വാനിച്ചു. എങ്ങനെയായിരുന്നു ഒരു അച്ഛന്റെ ഒരു സ്വാധീനം സംഗീത ജീവിതത്തിൽ അച്ഛന്റെ സ്വാധീനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അച്ഛൻ ഭയങ്കരമായിട്ട് എന്നെക്കാളും അച്ഛൻ നല്ലോണം എനിക്ക് പ്രോത്സാഹനം തരുമായിരുന്നു. അത് തന്നെയാണ് എന്റെ വിജയത്തിന് മറ്റൊരു കാരണം തന്നെ. അച്ഛന് രാവിലെയൊക്കെ എഴുന്നേൽപ്പിച്ച് പാടിപ്പിക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുതി പിന്നെ രാത്രി ഇങ്ങനെ പറഞ്ഞു തരിക, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞുതരും. സാധകം ചെയ്യാറുണ്ടോ? ഞാനിങ്ങനെ ഒരു സംഗീതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, സാധകം ചെയ്യാറുണ്ട്? അച്ഛൻ ചെയ്യിപ്പിക്കാറുണ്ട്. മാഷിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. മാഷ് മകൾ കൂടി സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നു, അതും ഒരു തിളക്കമാർന്ന വിജയത്തോട് കൂടിയിട്ട്. മാഷിന് എങ്ങനെ തോന്നുന്നു? ഈ ഒരു അഭിമാന നിമിഷത്തെ മാഷ് എങ്ങനെ കാണുന്നു? അവൾ 1ാം ക്ലാസ് മുതൽ തന്നെ, പിന്നെ സ്കൂളുകൾ പഠിക്കുമ്പോൾ തന്നെ ശാസ്ത്രീയ സംഗീതത്തിന് സ്കൂളിലെപ്പോഴും ഈ 10 വർഷം, 10ാം ക്ലാസ്സിലാണ്, 10 വർഷവും ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ ജില്ലയിൽ 1-2 പ്രാവശ്യം കിട്ടാതെ പോയി. അതിൻ്റെ ഒരു മാനസിക വിഷമം അവൾക്കുണ്ടായിരുന്നു. എങ്കിൽ കൂടി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഥകളി സംഗീതത്തിന് അതിന് പകരമായിട്ട് കിട്ടി. അത് സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് നാളെയാണ് അതിൻ്റെ മത്സരം. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം കിട്ടിയതുകൊണ്ട് അവൾക്കൊരു സന്തോഷമായി, നമുക്കൊക്കെ ഒരു മാനസികമായിട്ടൊരു സന്തോഷം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വിജയം നാടിന്റെ വിജയം തന്നെ അല്ല, ആ സ്കൂളിന്റെ വിജയം തന്നെ എന്നാണ് എന്റെ. ശ്രീഗൗരി മാത്രമല്ല, മാഷ് കൂടി കഴിഞ്ഞ 10 വർഷമായി കാത്തിരുന്ന ഒരു വിജയമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് അല്ലേ? അങ്ങനെയും പറയാം. അങ്ങനെയല്ല, ഈ പിന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജില്ലയിൽ 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തതിന്റെ ഒരു വിഷമുണ്ടായിരുന്നു. അത് തീർന്നു കിട്ടി. എങ്കിലും പിന്നെ അവളുടെ സ്വന്തമായിട്ടുള്ള ഒരു സംഗീതം അവൾ വളർന്നു വരട്ടെ, നാടിന്റെ പേര് അവളും കൂടി കേൾപ്പിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആദ്യത്തെ ചോദ്യം, ശ്രീഗൗരി എന്ന മകളെ ഒരു അച്ഛനെന്ന നിലയ്ക്ക് എങ്ങനെ നോക്കിക്കാണുന്നു? അവള് ഇനിയും ഉയരത്തിൽ എത്തും. പക്ഷെ പിന്നെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാല് ഞാൻ ചോദിച്ചതല്ല, ശ്രീഗൗരി എന്ന ഒരു മകൾ അച്ഛൻ ഒരു മകളെ എങ്ങനെ നോക്കിക്കാണുന്നു? സംഗീതജ്ഞ ഞാൻ രണ്ടാമത് ചോദിക്കാം. അതായത് പിന്നെ അവളൊരു നല്ലൊരു പ്രതിഭാശാലിയായ ഒരു സംഗീതജ്ഞ ആണ് എന്നുള്ളതാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. അത് അവള് വളർത്തിക്കൊണ്ടുവരേണ്ട അവളാണ്. ശ്രീഗൗരി എന്ന ഗായികയ്ക്ക് എത്രത്തോളം ഭാവി ഒരു സംഗീത അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഒരു സംഗീത പ്രതിഭ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഭാവിയിൽ? അവള് പ്രശസ്തയാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ശരിയായ ശുദ്ധമായ സംഗീതത്തിന്റെ ഒന്നിച്ചു പോയിട്ടില്ല. ഞാൻ തെരുവോരങ്ങളിൽ കുറെ സാമൂഹ്യ നന്മക്കൊണ്ടുള്ള കുറെ സംഗീത യാത്രകൾ നടത്തുമ്പോഴേ എൻ്റെ ആ ശുദ്ധമായ സംഗീതം ഞാൻ മറന്നുപോയി. അതെന്റെ മകളിലൂടെ ഉയർന്നു വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം മകൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്കും അതിന്റെ ഒരു സന്തോഷമാണ്. അതൊരു നാടിനും സ്കൂളിനും ഒക്കെ സന്തോഷമാണ്. ഏതായാലും ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ശ്രീഗൗരി നമുക്ക് വേണ്ടി ഒരു ഗാനം, ശാസ്ത്രീയ സംഗീതമല്ല, ഒരു ലളിതഗാനത്തിലെ വരികൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ശിവകാമി പാടുന്നു ശതതന്ത്രി മീട്ടി, ശില പോലും അലിയും ഗാനം. ശിവകാമി പാടുന്നു ശതതന്ത്രി മീട്ടി, ശില പോലും അലിയും ഗാനം. അത്രയുള്ളൂ. എന്തായാലും വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമുക്ക് വേണ്ടി ശ്രീഗൗരി ആലപിച്ചത്. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിയായ ശ്രീഗൗരി വി ഭട്ടായിരുന്നു ഈ വർഷത്തെ ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ എ ഗ്രേഡ് കൂടി 1ാം സ്ഥാനം നേടിയത്. ഒരു അച്ഛനും മകളും സംഗീത ലോകത്ത് കാസർഗോഡിന്റെ അഭിമാനമാവുന്ന കാഴ്ചകളാണ് GHSS കുമ്പളയിൽ നടക്കുന്ന 54ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അച്ഛനും മകൾക്കൊപ്പം നമുക്ക് അഭിമാനത്തോടു കൂടി ഒരു വലിയൊരു ഭാവി തന്നെ സ്വപ്നം കാണാം.